ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നമ്മുടെ SCERT ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ചലനത്തിനൊപ്പം, 5ാമത്തത് ആഹാരം ആരോഗ്യത്തിന്. ഈ 2 ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. 1ഉം 2ഉം 3ഉം ചാപ്റ്റേഴ്സ് ഇതിനു മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരും അത് പോയി കാണണേ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്ററിൽ ഈ 5ാമത്തെ ചാപ്റ്റർ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്ററാണ്. അതായത് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പും ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. 4ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എന്നാലും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ഉള്ളത് 5ാമത്തെ ചാപ്റ്ററാണ്. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ക്ലാസ് കാണാൻ ശ്രമിക്കണേ. നമുക്ക് ആദ്യം നമ്മുടെ 4ാമത്തെ ചാപ്റ്ററായ ചലനത്തിനൊപ്പം എന്നുള്ള ചാപ്റ്റർ നോക്കാം. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. ബഹിരാകാശത്തു നിന്ന് നോക്കിയാലേ ഈ ചലനം നമുക്ക് തിരിച്ചറിയാനാവൂ. അപ്പൊ ഭൂമി ചലിക്കുന്നുണ്ട് അല്ലെ, ഭൂമി സൂര്യന് ചുറ്റും വലയം ചെയ്യുന്നുണ്ട്, അതാണല്ലേ പരിക്രമണം. പിന്നെന്താണ്, ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്താണ് നമ്മൾ ഭ്രമണം എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ ഈ പരിക്രമണവും ഭ്രമണവും എന്താണ്, ഭൂമിയുടെ ചലനങ്ങളാണ്. ഇങ്ങനെ ഭൂമി ചലിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ്, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. അത് നമുക്ക് എന്താണ് ഇവിടെ നിന്നാൽ മനസ്സിലാവില്ല. അതെന്താണ്, ബഹിരാകാശത്തു നിന്ന് നോക്കിയാലേ ഈ ചലനം നമുക്ക് തിരിച്ചറിയാനാവും. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ്, എന്തൊരു വേഗം. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. സൂര്യനെ ചുറ്റുന്നതാവട്ടെ മണിക്കൂറിൽ ഏതാണ്ട് 1,06,000 കിലോമീറ്റർ വേഗത്തിലും. ഒരിടത്ത് ഇരിക്കുമ്പോൾ പോലും നാം എത്ര വേഗം ചലിക്കുന്നു. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭൂമി സ്വയം തിരിയുന്നത് അല്ലെങ്കിൽ ഭ്രമണം എങ്ങനെയാണ്, ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. എന്നാൽ മണിക്കൂറിൽ 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി പരിക്രമണം ചെയ്യുന്നത്, അതായത് സൂര്യനെ വലം വയ്ക്കുന്നത്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ഭൂമിയുടെ ഭ്രമണ വേഗതയും അതുപോലെ തന്നെ പരിക്രമണ വേഗതയും നമ്മൾ പഠിച്ചില്ലേ. അടുത്തൊരു ഹെഡിങ് ആണ് ചലനം ശരീരത്തിനുള്ളിലും. എന്തൊക്കെ ചലനങ്ങളാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത്? രക്തപര്യായനം ഒരു ചലനത്തിന് ഉദാഹരണമാണ് അല്ലേ. അതേപോലെ എന്താണ് ദഹനം, പിന്നെന്താണ് നാഡീവ്യവസ്ഥയിൽ ന്യൂറോൺസുകളുടെ ചലനം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ചലനങ്ങളാണ്. അടുത്ത ഹെഡിങ് ആണ് ബലവും ചലനവും. ബലവും ചലനവും, ഫോഴ്സ് ആൻഡ് മോഷൻ. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം. ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. ചലനത്തിന്റെ ദിശ മാറ്റാനും ചലന വേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം പ്രയോഗിക്കണം. അപ്പൊ ബലവും ചലനവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം, എന്നാൽ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. ചലനത്തിന്റെ ദിശ മാറ്റാനും ചലന വേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാനും ബലം പ്രയോഗിക്കണം. അടുത്തതാണ് ചലനം പലവിധം. നമുക്ക് ചുറ്റുമുള്ള വ്യത്യസ്തമായ ചലനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നു, പമ്പരം കറങ്ങുന്നു, മാമ്പയൻ നെട്ടറ്റ് വീഴുന്നു, വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നു, ലിഫ്റ്റ് ഉയരുന്നു, വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു. ഈ ഓരോ ചലനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് എന്ത്, നേർരേഖാ ചലനം. ഈ നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ് എന്ത്, നമ്മൾ നേരത്തെ കണ്ടില്ലേ, മാമ്പയം നെട്ടറ്റ് വീഴുന്നത്. ഈ ഒരു ചലനം എന്താണ്, നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ ആണ്. അതുപോലെ നമ്മൾ കണ്ട് ലിഫ്റ്റ് ഉയരുന്നത് കണ്ടു, ഇത് ഒരു നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. ഇനി സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. ഭൂമി സ്വയം കറങ്ങുന്നത് നമ്മൾ ഭ്രമണമാണെന്ന് പഠിച്ചില്ലേ. അതുപോലെ പിന്നെ നമ്മൾ എന്താണ്, പമ്പരം കറങ്ങുന്നത് നേരത്തെ കണ്ടില്ലേ ചിത്രത്തിൽ, അത് ഭ്രമണത്തിന് ഉദാഹരണമാണ്. ഇനി എന്താണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ? നമ്മൾ പഠിച്ചില്ലേ, വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. നമ്മൾ നേരത്തെ കണ്ടില്ലേ, വൃത്താകാര പാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു, അതുപോലെ എന്താണ് കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നതും കണ്ടില്ലേ. ഈ 2 ചലനങ്ങൾ എന്താണ്, വർത്തുള ചലനമാണ്. അടുത്തൊരു ഹെഡിങ് ആണ് ചലനം ഇങ്ങനെയും. താഴെ പറയുന്ന ചലനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം.
വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. അപ്പോൾ ഈ പറഞ്ഞ 3 സന്ദർഭങ്ങളിൽ എന്താണ്, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനമായാലും ഊഞ്ഞാലിൻ്റെ ചലനമായാലും അതുപോലെ തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനമായാലും ഇവിടെയെല്ലാം വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ്. ഇതിനെയാണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്നത്. ദോലനം ഇങ്ങനെയും. താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു ഭുജത്തെ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുക. പിന്നെ സെക്കൻഡ് എന്താണ്, വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുക. മെറ്റൽ സ്കെയിലിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ മേശപ്പുറത്ത് വെച്ച് തള്ളി നിൽക്കുന്ന ഭാഗത്ത് വിരൽ കൊണ്ട് തട്ടുക. ഈ 3 സന്ദർഭങ്ങളിൽ എന്താണ്, ഇപ്പോൾ ഉണ്ടാകുന്ന ദോലന ചലനങ്ങൾക്ക് വേഗം കൂടുതലാണ് കേട്ടോ. അപ്പം എന്താണ്, ഈ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ദോലന ചലനങ്ങൾക്ക് വേഗം കൂടുതലാണ്. ഇങ്ങനെയുള്ള ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഒരു ബോക്സിൽ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു യന്ത്രത്തിൽ നൽകുന്ന ഫലത്തെ മറ്റു യന്ത്രത്തിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും. ചെയിൻ, ബെൽറ്റ്, ചക്രവും ആക്സിലും തുടങ്ങിയ സാധനങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു യന്ത്രത്തിൽ നൽകുന്ന ഫലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും. അതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സിൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ. സൈക്കിൾ, തയ്യൽ മെഷീൻ, അതുപോലെ ഫ്ലോർ മില്ലിൽ ഉപയോഗിക്കുന്ന മെഷീൻ, ഇതൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള ഫലത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അടുത്തൊരു ഹെഡിങ് ആണ് പൽചക്രങ്ങൾ. ഇവിടെ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അടപ്പുകളിലുള്ള നേരിയ പല്ലുകളാണ് ഒന്ന് കറങ്ങുമ്പോൾ മറ്റേതിനെ കറങ്ങാൻ സഹായിക്കുന്നത്. ഇത്തരം ചക്രങ്ങളാണെന്ത്, പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. പൽചക്രങ്ങളൊക്കെ എന്താണ്, നമ്മുടെ കളിപ്പാട്ടങ്ങളിലൊക്കെ കാണാൻ കഴിയും. പിന്നെന്താണ്, പണ്ടത്തെ കൈവണ്ടിയിലൊക്കെ ഈ പൽചക്രമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. എന്താണ്, അടുപ്പുകളിലുള്ള നേരിയ പല്ലുകൾ ഒന്ന് കറങ്ങുമ്പോൾ മറ്റേതിനെ കറങ്ങാൻ സഹായിക്കുന്നു. ഇത്തരം ചക്രങ്ങളാണെന്ത്, പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണെന്ന് പഠിച്ചത് ഒന്നുകൂടി നോക്കാം. ഭൂമി ചലിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ്, അതിലുള്ള എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ. പിന്നെന്താണ്, ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ പരിക്രമണത്തിലും ഭ്രമണത്തിലും ഒക്കെ ഉള്ള വേഗത ഇതിൽ കണ്ടു. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്, ചലനങ്ങൾ, ഓരോ ചലനങ്ങളുടെയും സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചില്ലേ നമ്മൾ. ദോലനം, അതുപോലെ എന്താണ് നേർരേഖാ ചലനം, അതുപോലെ വർത്തുള്ള ചലനം ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇനി എന്താണ്, ചലനവും ബലവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. ഈ ചലനവും ബലവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണ്, ഒരുപാട് മെഷീൻസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കില്ലേ. അപ്പോൾ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്റർ നോക്കാം. 5ാമത്തെ പാഠത്തിൻ്റെ പേരാണ് ആഹാരം ആരോഗ്യത്തിന്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഒന്നാമത്തെ ധാന്യകാണ്, കാർബോഹൈഡ്രേറ്റ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് അതിൻ്റെ മുഖ്യധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ധാന്യകം എന്താണ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് എന്താണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് അന്നജത്തിൻ്റെ മുഖ്യധർമ്മം, ധാന്യകത്തിൻ്റെ മുഖ്യധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ഏതൊക്കെയാണ്, അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. ഇവയൊക്കെ എന്താണ്, ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിലാണ് ധാന്യകം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ എന്താണ്, അന്നജ രൂപത്തിലാണ് ധാന്യകം അടങ്ങിയിരിക്കുന്നത്. അടുത്തത് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ. ചിത്രങ്ങൾ നോക്കൂ. 2 കുട്ടികളുടെയും വളർച്ച സംബന്ധിച്ച് നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? ഈ വ്യത്യാസത്തിന് കാരണം എന്താവാം? വളർച്ചയ്ക്കു പിന്നിൽ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്.
നാണ്യകങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രോട്ടീനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണെന്ത്? പ്രോട്ടീൻ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമാണ് കേട്ടോ. അതുപോലെ എന്താണ്? ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. പിന്നെ ഇതിൽ എന്തൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ധാന്യകം എന്തുണ്ടായിരുന്നു? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ്. എന്നാൽ മാംസ്യത്തിൽ എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, പിന്നെ അതുകൂടാതെ നൈട്രജൻ, സൾഫർ എന്നിവ കൂടി പ്രോട്ടീനിൽ അടങ്ങിയിട്ടുണ്ട്. ഒരാളുടെ ഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അടുത്തതായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ക്യാഷിയോർക്കർ. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന ഒരു രോഗമാണ് ക്യാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. അപ്പം പ്രോട്ടീൻ്റെ അഭാവത്തിൽ വരുന്ന ഒരു രോഗമാണ് ക്യാഷിയോർക്കർ. ഇത് വരുന്നവർക്ക് എന്താണ്? ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. പ്രോട്ടീൻ കുറയുന്നത് എന്താണ്? വളർച്ച മുരടിക്കുന്നതിനും കാരണമാകുന്നു. പ്രോട്ടീൻ എന്താണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രോട്ടീൻ. ഇനി എന്താണ് കൊടുത്തിട്ടുള്ളത്? ഓരോ ഭക്ഷ്യവസ്തുവിലും അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ്റെ അളവാണ് കൊടുത്തിട്ടുള്ളത്. 100 ഗ്രാം ഭക്ഷ്യവസ്തു കൊടുത്തിട്ടുണ്ട്. അതിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അരിയിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട്? 100 ഗ്രാം അരിയിൽ 6.8 ഗ്രാം പ്രോട്ടീനാണ്. അതുപോലെ എന്താണ്? 100 ഗ്രാം ഗോതമ്പിൽ 11.8 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. കശുവണ്ടിയിൽ 21.2 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ മത്തിയിൽ എന്താണ്? 19.6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. താറാവിൽ എന്താണ്? 21.6 ഗ്രാം പ്രോട്ടീനാണ്. അതുപോലെ താറാവ് മുട്ടയിൽ 13.5 ആണ്. കോഴിമുട്ടയിൽ 13.3, ആട്ടിറച്ചി 21.4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ പശുവിൻ പാലിൽ 3.2 ഗ്രാം, ചെറുപയറിൽ 24, അതുപോലെ നിലക്കടയിൽ 17 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളവയിൽ എന്താണ്? ചെറുപയറിലാണല്ലേ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. 24 ഗ്രാം പ്രോട്ടീനാണ്. 100 ഗ്രാം ചെറുപയർ 24 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അടുത്ത ഹെഡിങ് ആണ് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ്. കൊഴുപ്പില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കൊഴുപ്പ് ഇല്ലെങ്കിലും എന്താണ്? പ്രശ്നമാണ് അല്ലേ? നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ഒരു ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. എന്തിലൊക്കെ? മാംസം, അതുപോലെ മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ എന്താണ്? പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ് നെയ്യും എണ്ണയൊക്കെ. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. അപ്പോൾ കൊഴുപ്പ് എന്താണ്? ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അടുത്തതാണ് കൊഴുപ്പും കൊളസ്ട്രോളും. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുമുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. അപ്പോൾ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോള്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ തന്നെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്കും അത് കാരണമാകും. അതുകൊണ്ട് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. അപ്പോൾ കൊഴുപ്പ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണല്ലേ. നാലാമതായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻസ്.
ഒരു പഠന റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറികളാണ് ഒരു ദിവസം കഴിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ ഒരു ശുപാർശ ചെയ്തിരിക്കുന്നത് എന്താണ്? പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം എന്താണ് 295 ഗ്രാം പച്ചക്കറികൾ കഴിക്കണം എന്നാണ്. എന്നാൽ എന്താണ്, ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ കേരളത്തിലോ ശരാശരി 50 ഗ്രാം പച്ചക്കറികളാണ് ഒരു ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത് കൊടുത്തിട്ടുള്ളത് ആരോഗ്യം. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ഇവ കുറഞ്ഞ അളവിലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയ വിറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കലവറയാണ്. അപ്പം എന്താണ് വിറ്റാമിനുകൾ? നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു ആഹാര ഘടകമാണിത് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ഇവ കുറഞ്ഞ അളവിലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കലവറയാണ്. പലതരത്തിലുള്ള വിറ്റാമിനുകളുണ്ട്. ഓരോ വിറ്റാമിനുകളെ പറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ, ഡി, ഇ, കെ ഈ 4 വൈറ്റമിൻസ് എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. എയും ഡിയും ഇ, കെ. നമുക്ക് ആദ്യം എ നോക്കാം. വൈറ്റമിൻ എ എന്താണ്? കാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് വിറ്റാമിൻ എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യം എന്താണ്? വിറ്റാമിൻ എ. അപ്പോൾ കാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയിലൊക്കെ എന്താണ്? എ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ എ ആവശ്യം. ഇനി ഡി നോക്കാം. വൈറ്റമിൻ ഡി എങ്ങനെയാണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. പാലുൽപ്പന്നങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോഴാണ്. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളിലും കുറഞ്ഞ അളവിൽ വൈറ്റമിൻ ഡി ഉണ്ട്. അതുപോലെ തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനൊക്കെ സഹായിക്കുന്നത് വിറ്റാമിൻ ഡി ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അടുത്തത് എന്താണ്? വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ കാണപ്പെടുന്നത് സസ്യ എണ്ണകളിലാണ് കേട്ടോ. സസ്യ എണ്ണകളിലാണ് വിറ്റാമിൻ ഇ കാണപ്പെടുന്നത്. ഇതെന്തിനാണ്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നത് എന്താണ്? വിറ്റാമിൻ ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ഏത് വിറ്റമിനാണ്? വൈറ്റമിൻ ഇ ആണ്. അടുത്തതായിട്ട് കൊഴുപ്പിലേക്കുന്നത് ഏതാണ്? വൈറ്റമിൻ കെ ആണ്. കെ എങ്ങനെയാണ്? കാബേജ്, ചീര, കോളിഫ്ലവറിലൊക്കെ എന്താണ്? വൈറ്റമിൻ കെ കാണപ്പെടുന്നുണ്ട്. ഇതിലൊക്കെയാണ്? കാബേജ്, ചീര, കോളിഫ്ലവറിലൊക്കെ. ഇതെന്തിനാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. കട്ട പിടിക്കാൻ വൈറ്റമിൻ കെ എന്നാലോചിച്ചാൽ മതി. ഇപ്പം മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. കാബേജ്, കോളിഫ്ലവർ, ചീര എന്നിവയിലൊക്കെ വൈറ്റമിൻ കെ ഉണ്ട്. ഇനി എന്താണ്? ഇനി നമുക്ക് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാണെന്നല്ലേ? ഏതൊക്കെയായിരുന്നു? എ, ഡി, ഇ, കെ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത്. ഇനി വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? വൈറ്റമിൻ ബിയും സിയും എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ഇനി നമുക്ക് ആദ്യം വൈറ്റമിൻ ബി നോക്കാം. ധാന്യങ്ങളും തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിലൊക്കെ എന്താണ്? വൈറ്റമിൻ ബി കാണപ്പെടുന്നുണ്ട്. എന്തിലൊക്കെയാണ്? ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില. ധാന്യങ്ങളുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. വൈറ്റമിൻ ബി ആണ്. അതുപോലെ തന്നെ മുട്ട, പാൽ, ചേമ്പില ഇവയിലൊക്കെ എന്താണ്? വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിന് പ്രയോജനപ്പെടുത്താൻ അതുപോലെ എന്താണ്? ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം ഈ 3 എണ്ണത്തിന് എന്താണ്? വൈറ്റമിൻ ബി ആണ് സഹായിക്കുന്നത്. എന്തൊക്കെയാണ്? ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിന് പ്രയോജനപ്പെടുത്തൽ, അതുപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം ഇവയ്ക്ക് എന്താണ്? വൈറ്റമിൻ ബി ആണ് സഹായിക്കുന്നത്. ഇനി വൈറ്റമിൻ സി ആണ്. അതുപോലെ എന്താണ്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. എന്തിലൊക്കെയാണ്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ.
ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനാണ് എന്ത് വൈറ്റമിൻ സി സഹായിക്കുന്നത്. എന്തൊക്കെയാണ്? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ സി സഹായിക്കുന്നത്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നത് ഏതൊക്കെയായിരുന്നു? വൈറ്റമിൻ ബിയും സിയും ആണ്. കൊഴുപ്പിൽ ലയിക്കുന്നത് എ, ഡി, ഇ, കെ. അടുത്തതായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ്. അടച്ചു വെച്ചില്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അടച്ചു വേവിച്ചില്ലെങ്കിൽ എന്താണ്? പഴങ്ങളും പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോൾ എന്താണ്? അവയിലെ വൈറ്റമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. അത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അപ്പോൾ അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അടച്ചു വേവിക്കുന്നതാണ് നല്ലതെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അഞ്ചാമത്തതാണ് ധാതു ലവണങ്ങൾ അല്ലെങ്കിൽ മിനറൽസ്. ഏതൊക്കെയാണ് ധാതു ലവണങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഇരുമ്പ്. ഇരുമ്പ് എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഇരുമ്പാണ്. ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിലൊക്കെ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഇതിൽ ഓരോന്നും ഇരുമ്പ് എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഏതാണ്? ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണെന്നൊക്കെയും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇരുമ്പാണ് കേട്ടോ. ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിലൊക്കെ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഏതാണ്? കാൽസ്യവും ഫോസ്ഫറസും ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നതാണ് കാൽസ്യം, ഫോസ്ഫറസ് ആണ്. ഇത് ഏതൊക്കെ ഭക്ഷണത്തിലാണ്? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ എന്ത് കാൽസ്യം, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. അപ്പോൾ കാൽസ്യം, ഫോസ്ഫറസ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള ധാതു ലവണമാണ് കാൽസ്യവും ഫോസ്ഫറസും. അടുത്ത സോഡിയമാണ്. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നത് ഏത് ധാതു ലവണമാണെന്ന് ചോദിച്ചാൽ അത് സോഡിയമാണ്. അപ്പോൾ സോഡിയം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കറിയുപ്പിലൂടെയാണ്. അപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. സോഡിയം ലഭിക്കുന്നത് കറിയുപ്പിൽ നിന്നാണ്. അടുത്തതായിട്ട് അയഡിൻ ആണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും അതുപോലെ മാനസിക വളർച്ചയ്ക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു ധാതു ലവണമാണ് അയഡിൻ. എന്തൊക്കെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതു ലവണമാണ് എന്ത്? അയഡിൻ. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിലൊക്കെ എന്താണ്? അയഡിൻ ഉണ്ട്. അപ്പോൾ കടൽ വിഭവങ്ങളിലും അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിലൊക്കെയാണ് അയഡിൻ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അയഡിൻ എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ധാതു ലവണം ഏതെന്ന് ചോദിച്ചാൽ അത് അയഡിൻ ആണ്. അടുത്തതായിട്ട് കൊടുത്തത് എന്താണ്? പോഷക അപര്യാപ്തത രോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ്. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാവുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. എന്താണ്? പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇത്തരം രോഗങ്ങളാണ് എന്ത്? പോഷക അപര്യാപ്തത രോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ്. ഇനി ഏതൊക്കെയാണെന്ന് നോക്കാം. പോഷകഘടകവും അപര്യാപ്തത രോഗവും അതിൻ്റെ ലക്ഷണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. വിറ്റാമിൻ എ എന്ന പോഷകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എന്ത്? നിശാന്തത. അതിൻ്റെ ലക്ഷണം എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. അപ്പോൾ വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എന്നാണ് ഇതിൻ്റെ ലക്ഷണം. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് എന്ത്? വായ്പുണ്ണ്. വായിലെ വ്രണങ്ങളാണ് ഇതിൻ്റെ ലക്ഷണം. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? വായ്പുണ്ണ്. അതിൻ്റെ ലക്ഷണം വായിൽ വ്രണങ്ങൾ വരുന്നതാണ്. ഇനി പോഷകഘടകം വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? സ്കർവി. അതെന്താണ് അതിൻ്റെ ലക്ഷണം? മോണയിൽ പഴുപ്പും രക്തസ്രാവവുമാണ്. മോണയിൽ പഴുപ്പും രക്തസ്രാവവുമാണ് എന്ത്? സ്കർവിയുടെ ലക്ഷണം. വിറ്റാമിൻ ഡി എന്താണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണ എന്ന രോഗം ഉണ്ടാകുന്നത്. അതെന്താണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ്. എന്താണ്? കണ എന്ന രോഗം. വൈറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. ലക്ഷണം എന്താണ്? അസ്ഥികൾക്ക് കനം കുറഞ്ഞ് വളയുന്നതാണ്. ഇനി ഇരുമ്പിൻ്റെ കുറവ് മൂലം എന്താണ്? അനീമിയ ഉണ്ടാകുന്നത്. അനീമിയയുടെ ലക്ഷണം എന്താണ്? രക്തക്കുറവും വിളർച്ചയാണ് അനീമിയയുടെ ലക്ഷണം. ഇനി അയഡിൻ്റെ കുറവ് മൂലം എന്ത് വരുന്നത്? ഗോയിറ്റർ എന്താണ്? തൊണ്ടയിൽ മുഴ വരികയാണ് എന്ത്? ഗോയിറ്ററിൻ്റെ ലക്ഷണം. അപ്പോൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ.
ഒന്നുകൂടി പറയാം, വൈറ്റമിൻ എയുടെ കുറവ് മൂലം നിശാന്തത, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. വൈറ്റമിൻ ബി വായ്പുണ്ണാണ് വരിക, വായിൽ വ്രണങ്ങൾ വരികയാണ് ചെയ്യുക. ഇനി വൈറ്റമിൻ സിൻ്റെ കാരണം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. മോണയിൽ പഴുപ്പും രക്തസ്രാവവുമാണ് ലക്ഷണം. വൈറ്റമിൻ ഡിൻ്റെ കുറവാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുകയാണ് ചെയ്യുക. ഇനി ഇരുമ്പിൻ്റെ കുറവ് മൂലം അനീമിയ വരും, രക്തക്കുറവും വിളർച്ചയാണ് ഇതിൻ്റെ ലക്ഷണം. ഇനി അയഡിൻ്റെ കുറവ് മൂലം ഗോയിറ്ററാണ്. ഗോയിറ്ററിൻ്റെ ലക്ഷണം എന്താണ്? തൊണ്ടയിൽ മുഴ വരുന്നതാണ്. അടുത്ത ഹെഡിങ് ആണ് പോഷകേതര ഘടകങ്ങൾ. പോഷകഘടകങ്ങൾക്ക് പുറമെ ജലം, നാരുകൾ തുടങ്ങിയ പോഷകേതര ഘടകങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവയുടെ പ്രാധാന്യം പരിശോധിക്കും. ആദ്യം ജലമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന് 2/3 ഭാഗവും ജലമാണ്. തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, അതുപോലെ എല്ലുകളുടെ 25% ജലമാണ്. അപ്പം ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ 2/3 ഭാഗവും ജലമാണെന്നാണ് പറയുന്നത്. അതുപോലെ തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചിലപ്പോൾ പ്രസ്താവന കയറ്റി വരാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ്? ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവുന്നു. പിന്നെന്താണ്? നാരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാരുകൾ അല്ലെങ്കിൽ ഫൈബേഴ്സും സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് പോഷക ഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയൊക്കെ എന്താണ്? നാരുകളുടെ കലവറയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ്? നാരുകൾ അല്ലെങ്കിൽ ഫൈബേഴ്സ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യമാണെന്ത്? നാരുകൾ. ഇവ പ്രധാനമായിട്ടും എന്താണ്? സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് പോഷക ഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ നാരുകളുടെ കലവറയാണ്. അടുത്ത ഹെഡിങ് ആണ് ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ. സമീകൃതാഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്. ശരീരത്തിന് വേണ്ട എല്ലാ പോഷകഗുണങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. എന്താണ്? ശരീരത്തിന് വേണ്ട എല്ലാ പോഷകഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്. അടുത്തത് ഈ സമീകൃതാഹാരത്തിൽ ഏതൊക്കെ ഭക്ഷണം എങ്ങനെയൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? 50% പുട്ട്, ദോശ, ചപ്പാത്തി, അതുപോലെ ചോറ്, കപ്പ, മധുരക്കിഴങ്ങ് എന്നിവയാണ് 50% വേണ്ടത്. പിന്നെന്താണ്? ബാക്കിയുള്ള 50%-ൽ എണ്ണ, നെയ്യ് കുറഞ്ഞ അളവിൽ ഉൾപ്പെടുത്തണം. ബാക്കിയുള്ളത് ഇലക്കറി, ക്യാരറ്റ്, പഴം, പേരക്ക, പച്ചക്കറി, അതേപോലെ തന്നെ ചെറുപയർ, മത്സ്യം, കടല, പാൽ, പരിപ്പ്, മുട്ട, മാംസം എന്നിവയും ഉൾപ്പെടുത്തണം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് കിഴങ്ങുകളും അതുപോലെ ഇലക്കറികളും പഴങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസിന്റെ അളവാണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്? ആഹാരത്തിലെ പോഷക ഘടകങ്ങളും പിന്നെ അതുപോലെ തന്നെ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ പിന്നെ ഏതൊക്കെയാണെന്നൊക്കെ പഠിച്ചു അല്ലേ. അതുപോലെ സമീകൃത ആഹാരം എന്ന ആശയം എന്താണെന്ന് പഠിച്ചു. അത് എന്താണ് സമീകൃത ആഹാരമെന്നും അതുപോലെ എന്തൊക്കെ ആഹാരങ്ങളാണ് ഓരോ ദിവസവും എത്ര അളവിലാണ് കഴിക്കേണ്ടതെന്നൊക്കെ പഠിച്ചു. പിന്നെ ഓരോ വൈറ്റമിൻസിൻ്റെയും കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും പിന്നെന്താണ് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നോക്കി. പിന്നെന്താണ് എന്തൊക്കെ ഭക്ഷണശീലത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഉള്ളത് പഠിച്ചില്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് PSC ഇതിനു മുമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം നോട്ട് ചെയ്ത് പഠിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.